ക്യൂസ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ ചോദ്യങ്ങളും ഇന്ന് തന്നെ നന്നായി പഠിക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5. രണ്ടാമത്തെ ചോദ്യം, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. മൂന്നാമത്തെ ചോദ്യം, ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂജിൻ പി ഓഡ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. അഞ്ചാമത്തെ ചോദ്യം, സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഏഴാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. എട്ടാമത്തെ ചോദ്യം, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ഒമ്പതാമത്തെ ചോദ്യം, ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം? ഉത്തരം കുറിഞ്ഞിമല. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ മനുഷ്യസ്പർശം ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. 11ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? ഉത്തരം റെഡ് ഡാറ്റ ബുക്ക്. 12ാമത്തെ ചോദ്യം, സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5-ന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
ഉത്തരം സ്റ്റോക്ക്ഹോം സമ്മേളനം. 13ാമത്തെ ചോദ്യം 1972 അമേരിക്കയിൽ DDT എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. 14ാമത്തെ ചോദ്യം റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ വിഖ്യാത രചനയായ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം കൻഹ ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. 15ാമത്തെ ചോദ്യം ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി 1974 രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. 16ാമത്തെ ചോദ്യം ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം മാനസ് ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിൽ. 17ാമത്തെ ചോദ്യം അമേരിക്കയിൽ ന്യൂക്ലിയർ പരീക്ഷണത്തിനെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിലെ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഇത് നടന്നത് ഏത് വർഷമാണ്? ഉത്തരം ഗ്രീൻ പീസ്. നടന്നത് 1971. 18ാമത്തെ ചോദ്യം കർണാടകയിലെ സത്താനി ഗ്രാമത്തിലെ മരം മുറിക്കുന്നതിനെതിരെ യുവാക്കൾ 1983 രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം എപ്പിക്കോ പ്രസ്ഥാനം. 19ാമത്തെ ചോദ്യം വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ലോബയാൻ പ്രസ്ഥാനം. 20ാമത്തെ ചോദ്യം പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഉത്തരം ഹ്യൂമൻ ഇക്കോളജി. 21ാമത്തെ ചോദ്യം വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ്? ഉത്തരം അശോകൻ. 22ാമത്തെ ചോദ്യം ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം? ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. 23ാമത്തെ ചോദ്യം പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ്? ഉത്തരം പിപ്പിലാന്ത്രി. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. 24ാമത്തെ ചോദ്യം
പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കറുടെ നേതൃത്വത്തിൽ 1989 രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഉത്തരം നർമ്മദ ബച്ചാവോ ആന്തോളൻ. 25-ാമത്തെ ചോദ്യം. ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നായകനാര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. 26-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണ്? ഉത്തരം ഗിർ വനങ്ങൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 27-ാമത്തെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് എവിടെയാണ്? ഉത്തരം നിലമ്പൂർ. സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. 28-ാമത്തെ ചോദ്യം. ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. 29-ാമത്തെ ചോദ്യം. പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആര്? ഉത്തരം ജസ്റ്റിസ് PN ഭഗവതി. 30-ാമത്തെ ചോദ്യം. 1983 കർണാടകയിൽ എപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം പാണ്ഡുരംഗ് ഹെഡ്കെ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? ഉത്തരം അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.